ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെവി മെറ്റൽസ് കണ്ടെത്തിയിരിക്കുന്നു പ്രമുഖ ടൂത്ത്പേസ്റ്റ് ബ്രാൻഡുകളിൽ. ഏതൊക്കെയാണ് ഈ പ്രമുഖ ടൂത്ത്പേസ്റ്റ് ബ്രാൻഡുകൾ? അതിനു മുമ്പ് ചില കാര്യങ്ങൾ. ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുസ്ഥാൻ ടൈംസും ദ ഗാർഡിയനും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മലയാളത്തിലെ വാർത്താ മാധ്യമങ്ങൾ എന്തുകൊണ്ടായിരിക്കും മൗനം പാലിക്കുന്നത്? രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും നാട്ടുകാരുടെയും സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഇവർ എന്തുകൊണ്ട് കോർപ്പറേറ്റ്സിന്റെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല? ഒന്ന് മാധ്യമ സ്വാതന്ത്ര്യവും ഒന്ന് മാധ്യമ ഭയവുമാണ്. നിലനിൽപ്പിന്റെ ഭയം. അമേരിക്കയിലെ പോർട്ട്ലാൻഡ് എന്ന സ്ഥലത്തെ എൻവയോൺമെന്റൽ കൺസൾട്ടന്റും ലെഡ് പോയ്സണിംഗ് പ്രിവെൻഷൻ അഡ്വക്കേറ്റുമായ ടമാറ റൂബിൻ എന്ന ആക്ടിവിസ്റ്റ് നേതൃത്വം നൽകുന്ന ലെഡ് സേഫ് മമ എന്നൊരു അഡ്വക്കസി കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ടൂത്ത്പേസ്റ്റുകളിൽ നടത്തിയ പഠനത്തിൽ കാണാൻ സാധിച്ചത് ഹെവി മെറ്റൽസ് ആയ ലെഡ്, മെർക്കുറി, ആർസനിക്, കാഡ്മിയം എന്നിവയാണ്. 51 ടൂത്ത്പേസ്റ്റുകൾ ടെസ്റ്റിനായി ശേഖരിച്ചവയിൽ 90% ലെഡിന്റെ അംശവും 65% ആർസനിക്കിന്റെ അംശവും കണ്ടെത്താൻ സാധിച്ചു. ഈ പ്രമുഖ ടൂത്ത്പേസ്റ്റുകളിൽ അമേരിക്കൻ ബ്രാൻഡുകൾക്കിടയിൽ നമ്മൾക്ക് സുപരിചിതമായ 3 ബ്രാൻഡുകളുണ്ട്. കോൾഗേറ്റ് ടോട്ടൽ ആക്റ്റീവ് പ്രിവെൻഷൻ, സെൻസോഡൈൻ എക്സ്ട്രാ വൈറ്റനിങ് ആൻഡ് കൂൾമിന്റ്, ക്രസ്റ്റ് ക്യാവിറ്റി പ്രൊട്ടക്ഷൻ എന്നിവയാണ്. ഇവയുടെ 3 എണ്ണത്തിന്റെയും ശാസ്ത്രീയമായ ലാബ് റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് മുന്നിൽ പബ്ലിഷ് ചെയ്യുന്നു. ഇത് കോൾഗേറ്റ് ടോട്ടൽ ആക്റ്റീവിന്റെ ലാബ് റിപ്പോർട്ടാണ്. ലെഡും മെർക്കുറിയും അളവിൽ കൂടുതലുണ്ട്. ഇത് സെൻസോഡൈൻ എക്സ്ട്രാ വൈറ്റനിങ്ങിന്റെ റിപ്പോർട്ടാണ്. ഇവയിൽ ലെഡും ആർസനിക്കും കൂടുതലായിട്ടാണുള്ളത്. ഇത് ക്രസ്റ്റ് ആന്റി ക്യാവിറ്റിയുടെ റിപ്പോർട്ടാണ്. ഇവയിൽ ലെഡും ആർസനിക്കും മെർക്കുറിയും അളവിൽ കൂടുതലുണ്ട്. അമേരിക്കയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിനോടും ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റെഗുലേറ്ററി അതോറിറ്റിയോടും മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സിനോടും അഭ്യർത്ഥിക്കുകയാണ്, ഇന്ത്യയിലുള്ള പ്രൊഡക്റ്റുകൾക്കും അന്വേഷണം കൊണ്ടുവരണം.